ഞാൻ പള്ളിയിൽ പോകാതായിട്ട് വർഷങ്ങളേറെയായി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും പിന്നീട് ഒരു ക്രിസ്തീയ പൗരോഹിത്യത്തിലേക്ക് വന്നു എന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ പള്ളിയിൽ പോകാറില്ല. വർഷങ്ങളായിട്ടും പള്ളിയിൽ പോകാഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കോട്ടങ്ങളോ നഷ്ടങ്ങളോ ശാപങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇന്നും സ്വർഗീയ പിതാവാം ദൈവത്തോടൊപ്പം എവരി മൊമെൻറ്റ്, എവരി സെക്കൻഡ് ആ പുത്രത്വത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരവസ്ഥയിലാണ്. സോ ദൈവത്തെ ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയപരിധിക്കകത്ത് മാത്രം വേണമെന്നും അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് പല കൂട്ടായ്മകളിലും പല പ്രാർത്ഥനകളിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ പോകുന്നത്. പക്ഷേ 24 മണിക്കൂറും ആ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും കൂട്ടായ്മയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം എപ്പോഴും ദൈവത്തോടൊപ്പമാണല്ലോ. സോ ആ ലെവലിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സോ ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ദൈവത്തോടൊപ്പം 24 മണിക്കൂറും ജീവിക്കുന്ന വ്യക്തികളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണ വിശ്വാസികൾ പള്ളിയിൽ പോകുന്ന ദിവസം വളരെ ഭയത്തോടുകൂടെ, വളരെ ഭക്തിയോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കൽ പോകണം, അല്ലെങ്കിൽ ശാപമുണ്ടാകും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയില്ലെന്നുണ്ടെങ്കിൽ അനന്തര തലമുറയിൽ ശാപമുണ്ടാകും, അവർ കഷ്ടപ്പെടും, അവർക്ക് നന്മയുണ്ടാകത്തില്ല എന്നൊക്കെ പേടിച്ച് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി അവിടെ ഒന്ന് അറ്റൻഡൻസ് വയ്ക്കുക, ദൈവം ഞാൻ പള്ളിയിൽ വന്നു എന്ന് ദൈവത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക. സോ ഈ രീതിയിലാണ് ഞായറാഴ്ച ആൾക്കാർ പള്ളിയിലേക്ക് ഓടിപ്പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടായ്മകളിലേക്ക് ഓടിപ്പോകുന്നത്. വരുന്ന ഒരാഴ്ചയിലേക്കുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം എന്നുള്ള അങ്ങനെ പലവിധ ചിന്തകളിലാണ് ഈ കൂട്ടായ്മകളിലേക്ക് ഓടുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചേ, എപ്പോഴും ഞാൻ ദൈവത്തോടൊപ്പമാണെങ്കിൽ, ദൈവം എന്നോട് കൂടെ ആണെങ്കിൽ, ഞാൻ എന്തിനിങ്ങനെ ഓടണം? അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ ദിവസത്തിലൊരു സമയം അതിന് വേണ്ടി ഞാൻ എന്തിനു വേർതിരിക്കണം? 24 മണിക്കൂറും ഞാൻ അദ്ദേഹത്തോടൊപ്പമാണല്ലോ. സോ ഈ ലെവലിലേക്ക് നമ്മൾ വളരണം. സോ അങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പള്ളി, കൂട്ടായ്മ, പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ജീവിക്കാനായി തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം മനസ്സിലായി. പള്ളിയിൽ പോയിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ടല്ല ദൈവത്തെ ആസ്വദിക്കേണ്ടത്, ആരാധിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാകുകയും, പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു നിരാശയോ ഒരു വിരക്തിയോ, എന്നോട് സംസാരിക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു ഫെലോഷിപ്പായിട്ട് മറ്റുള്ളവരുമായിട്ട് ഒന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പല രീതിയിൽ ചിന്തിച്ച് വീട്ടിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ഈ ഒരു റിലത്തിനകത്ത് നിന്നിട്ട് അതേ റിലത്തിനകത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു ഫെലോഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തൃശ്ശൂരുള്ള ഒരു അച്ഛനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, അദ്ദേഹം ഇതുപോലെ 10-17 വർഷം RC ചർച്ചിലെ പ്രീസ്റ്റായിരുന്നിട്ട് സത്യം മനസ്സിലാക്കിയതിന് ശേഷം പ്രീസ്റ്റ്ഹുഡൊക്കെ വെച്ച് മതിയാക്കി ഇപ്പോൾ അദ്ദേഹം ഭവനത്തിലായിരിക്കുക ഫാമിലിയോടൊപ്പം. RC ചർച്ചിലെ അച്ഛനാണ്, അദ്ദേഹം ഫാമിലിയായി, കുഞ്ഞുണ്ട്. സോ അദ്ദേഹം ഇപ്പോൾ ഭവനത്തിൽ വളരെ സന്തോഷമായിട്ടായിരിക്കും. സോ അദ്ദേഹമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഇതുപോലെ ഉള്ള ഒത്തിരി വ്യക്തികളുണ്ട്. സോ ഞാൻ ആഗ്രഹിച്ചത്, അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞായറാഴ്ച ഒരു സമയം, മേ ബി ചിലപ്പോൾ 1-2 മണിക്കൂർ നമുക്കൊരു ഓൺലൈനിൽ വന്നിട്ട് അത്തരത്തിൽ സമാനമായി ചിന്തിക്കുകയും സമാനമായി ജീവിക്കുകയും അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരു ഗൂഗിൾ മീറ്റോ ഒരു സൂം മീറ്റോ, മേ ബി ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു എൻവോർമെൻറ്റ്, അങ്ങനെ ഒരു ഫെലോഷിപ്പ്. ഓക്കെ, അത് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ സമാനമായി ചിന്തിക്കുന്ന വ്യക്തികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മിണ്ടാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു വേദി. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചിട്ട് മേ ബി അടുത്ത ഞായറാഴ്ചയോ അടുത്ത ഞായറാഴ്ചയോ ഞാൻ അറിയിക്കാം. എൻ്റെ ഫേസ്ബുക്ക് വഴിയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴിയൊക്കെ ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ അറിയിക്കാം. അങ്ങനെ ഉള്ള ഒരു എൻവോർമെൻറ്റ്, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവോർമെൻറ്റ്. തുടക്കത്തിൽ ഓൺലൈനിലേ പറ്റത്തുള്ളൂ, കാരണം
ലോകത്തിൻ്റെ പല ഭാഗത്ത് ഉള്ള വ്യക്തികൾക്ക് ഒരുമിച്ച് കണക്റ്റ് ആകാൻ പറ്റുന്ന ഒരു സമയം. സോ ഇതിനകത്ത് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല, വിശ്വാസികൾക്ക് പ്രവേശനമില്ല. ഞാനും അപ്പനും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എൻ്റെ അപ്പനാണ്, അങ്ങനെ ഒരു ബോണ്ടിങ്ങിനകത്ത്, റിലേഷൻഷിപ്പിനകത്ത് 24 മണിക്കൂറും ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു ഫെലോഷിപ്പിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പം വെരി സോറി ടു സേ ദാറ്റ്, ബട്ട് ഇറ്റ്സ് വെരി പ്രൗഡ് ടു സേ ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമായി ഞങ്ങൾക്കൊന്ന് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ്, സമയവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കാം. താങ്ക് യു.